The story of Hazrat Hussain radiallahu anhu. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുമകനാണ് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അലി ബിൻ അബൂ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും മകനാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും പ്രവാചകൻ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതിന് നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവരാരോ അവർ ഇവരെ രണ്ടുപേരെയും സ്നേഹിക്കുക. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ മാതാപിതാക്കളും എന്നോടൊപ്പം ഉണ്ടാകും. മറ്റൊരവസരത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഹുസൈൻ ഞാനാകുന്നു, ഞാൻ അവനും. ഹുസൈനെ സ്നേഹിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു. ഹുസൈൻ ചെറുമക്കൾക്കിടയിലെ ചെറുമകനാണ്. പ്രവാചകന്റെ വഫാത്തിനു ശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവും വഫാത്തായി. അത് കഴിഞ്ഞ് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പിതാവും വഫാത്തായി. ഇമാമയുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ സഹോദരൻ ഹസൻ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ വഫാത്തിനു ശേഷം അതിന്റെ ഉത്തരവാദിത്വം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനായി. ഇതിനിടയിൽ പ്രവാചകന്റെ കുടുംബത്തിനും അനുയായികൾക്കും മുആവിയയുമായി പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇമാം അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ഉണ്ടായ സിഫിൻ എന്ന യുദ്ധം അതിൽ ഉൾപ്പെടുന്നു. അത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഹസൻ റളിയല്ലാഹു അൻഹുയും മുആവിയയും തമ്മിലുള്ള ഉടമ്പടിക്ക് എതിരായിരുന്നു. ഇപ്പോൾ മുആവിയ അയാളുടെ മകൻ യസീദിനെ തന്റെ പിൻഗാമിയായി നിയമിച്ചു. അയാളെ അംഗീകരിക്കാനും അയാളുടെ നേതൃത്വത്തെ പിന്തുടരുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് യസീദ് രണ്ടാളുകളെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അയച്ചു. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചില്ല. ഒരു ദിവസം അദ്ദേഹം മക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നതിനിടയിൽ ഇറാഖിലെ ജനങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഒപ്പമാണെന്നും മുആവിയയോട് യസീദിനോടൊപ്പമോ അല്ല എന്നും ഉള്ള വാർത്ത അറിയാനിടയായി. ഇറാഖിൽ നിന്ന് 500-ലധികം കത്തുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ അദ്ദേഹം കൂഫയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിനോട് കൂററിയിച്ചു ജനങ്ങളുടെ അടുത്തേക്ക്. അദ്ദേഹം കൂഫയിലേക്ക് എത്തുന്നതിനു മുൻപായി അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായ മുസ്ലിം ബിൻ അക്കീലിനെ കൂഫയിലേക്ക് അയച്ചു. എന്നാൽ കൂഫയിലെ അവസ്ഥ മാറിയിരുന്നു. യസീദിന്റെ സൈന്യങ്ങൾ അവിടുത്തെ ജനങ്ങളെ പണം കൊടുത്ത് വശത്താക്കിയിരുന്നു. അദ്ദേഹം കൂഫയിലെത്തിയപ്പോൾ അദ്ദേഹത്തോട് കൂറുള്ള കുറച്ചു പേർ അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നാൽ യസീദിന്റെ ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു നഗരത്തിലെത്തിയ വിവരം കണ്ടുപിടിച്ചു. യസീദിനെ അംഗീകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ അവർ കൊല്ലും. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൂഫയിലെ സാഹചര്യം അറിയുമായിരുന്നില്ല. കൂഫയിലേക്ക് പോകുന്നതിനെ കുറിച്ച് പ്രവാചകന്റെ അനുയായികൾ അദ്ദേഹത്തിന് താക്കീത് നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം കൂഫയിലേക്കുള്ള തന്റെ യാത്ര തുടർന്നു. പെട്ടെന്ന് ഹുറും അയാളുടെ സൈന്യങ്ങളും അൽ ഹദീസയുടെ അടുത്ത് വെച്ച് അവരെ വളഞ്ഞു. അയാൾ യസീദിന് വേണ്ടിയായിരുന്നു അത് ചെയ്തത്. കൂഫയിലേക്ക് പ്രവേശിക്കാതെ അവരെ തടയാൻ അയാൾക്ക് കർശനമായി നിർദ്ദേശം നൽകിയിരുന്നു. ഹൂർ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, പ്രവാചകന്റെ ചെറുമകനായ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇറാഖിലേക്ക്. അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ ഹൂർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മടങ്ങിപ്പോകണം, കൂഫയിലേക്ക് പോകരുത്. എന്നിട്ടും അദ്ദേഹം ഇറാഖിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര തുടർന്നു. അവർ കർബല എന്ന സ്ഥലത്തെത്തി. അവർ അവിടെ 2 ദിവസം താമസിച്ചു. പെട്ടെന്ന് ഷിംർ തന്റെ 4000-ഓളം വരുന്ന സൈന്യങ്ങളുമായി അങ്ങോട്ടെത്തി. ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ ആളുകളെ കുറിച്ച് ഓർത്തു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് 80ഓളം വയസ്സായ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. തന്റെ ആളുകളുടെ സുരക്ഷയെ മാനിച്ചുകൊണ്ട് അദ്ദേഹം അവർ പറയുന്നത് അംഗീകരിക്കാൻ തീരുമാനിച്ചു. ഷിംറും അയാളുടെ സൈന്യങ്ങളും അവരുടെ കൂടാരം പിടിച്ചെടുത്തു. ഷിംർ അദ്ദേഹത്തോട് യസീദിനെ അംഗീകരിക്കാൻ ആജ്ഞാപിച്ചു. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചില്ല. മുഹറം 9 യസീദിന്റെ സൈന്യം അദ്ദേഹത്തിന്റെ താവളത്തിലേക്ക് വരുന്നത് അദ്ദേഹം കണ്ടു.
ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരനായ അബ്ബാസിനോട് സൈന്യത്തെ ചെന്ന് കാണാനും അവരോട് സംസാരിക്കാനും ആവശ്യപ്പെട്ടു. അബ്ബാസ് സൈന്യത്തലവനോട് സംസാരിച്ചപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിനെ അംഗീകരിക്കാത്ത പക്ഷം അവർക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ട് പോകാൻ കൽപ്പനയുണ്ടെന്ന് അയാൾ പറഞ്ഞു. ഈ വിവരം അബ്ബാസ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ തന്റെ മരണം അടുത്തുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഒരു രാത്രി കൂടി തനിക്ക് അള്ളാഹുവിനെ ആരാധിക്കുന്നതിനായി നൽകണമെന്ന് സൈന്യത്തലവനോട് അപേക്ഷിച്ചു. സൈന്യം അത് സമ്മതിച്ചു. ഒരു ദിവസം കൂടെ ജീവിച്ചിരിക്കാൻ അവർ അദ്ദേഹത്തിന് അനുമതി നൽകി. ആ രാത്രി അവരെല്ലാവരും ചേർന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം അവരെല്ലാവരും കൊല്ലപ്പെടാൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവർ കരുത്തോടെ ഒന്നിച്ചു നിന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ളവരുമായി കൂടി ആലോചന നടത്തി. യസീദ് തന്നെ മാത്രമേ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ രാത്രി നിങ്ങൾ ഈ കൂടാരത്തിൽ നിന്നും രക്ഷപ്പെട്ട് നിങ്ങളുടെ ജീവൻ രക്ഷിക്കണം എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. പക്ഷേ ആരും രക്ഷപ്പെടാൻ ആഗ്രഹിച്ചില്ല. പ്രവാചകന്റെ കുടുംബത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ ഉപേക്ഷിക്കാൻ അവർ തയ്യാറായിരുന്നു. മരണം വരെ അത് നിലനിർത്തുമെന്നും അവർ പ്രതിജ്ഞ ചെയ്തു. കൂഫയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും സൈന്യത്തലവനായ ഹൂർ ആദ്യം തന്നെ അവരെ തടഞ്ഞിരുന്നു. അത് യുദ്ധത്തിൽ തെറ്റായ നടപടിയാണെന്ന് അയാൾക്കറിയാമായിരുന്നു. പ്രവാചകന്റെ കുടുംബത്തെ കൊല്ലുന്ന കാര്യമോർത്തപ്പോൾ അയാൾ ഭയപ്പെട്ടിരുന്നു. ഹൂറും അയാളുടെ മകനും 4 സൈനികരും കൂടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടാരത്തിലേക്ക് പോയി. അയാൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ അപേക്ഷിക്കുകയും ചെയ്തു. മുഹറം 10 രാവിലെ ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കൂടെയുള്ളവരുമെല്ലാം ചേർന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം സൈന്യം അവരുടെ നേരെ വരുന്നത് അവർ കണ്ടു. അവർ അവരുടെ കൂടാരത്തിനു മുന്നിൽ സൈന്യത്തെ പ്രതിരോധിക്കുന്നതിനായി വരിയായി നിന്നു. ആയിരക്കണക്കിന് സൈന്യങ്ങളെ നേരിടാൻ അവർ വെറും 72 പേരാണ് ഉണ്ടായിരുന്നത്. ഹൂർ ആയിരുന്നു യുദ്ധത്തിൽ ആദ്യം പോരാടിയത്. പക്ഷേ അദ്ദേഹത്തിന് 1000-ഓളം വരുന്ന ആ സൈന്യങ്ങളെ ചെറുത്തു നിൽക്കാനായില്ല. അദ്ദേഹം ധീരതയോടെ പൊരുതിയെങ്കിലും അദ്ദേഹം പെട്ടെന്ന് തന്നെ കൊല്ലപ്പെട്ടു. എങ്കിലും അവർ പൊരുതിക്കൊണ്ടിരുന്നു. യുദ്ധം നീണ്ടുപോയിക്കൊണ്ടേയിരുന്നു. യുദ്ധം നീണ്ട ഉച്ചവരെയായി. യുദ്ധത്തിൽ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികൾ മുഴുവനും രക്തസാക്ഷിത്വം വഹിച്ചു. പ്രവാചകന്റെ കുടുംബാംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ജീവനോടെയുള്ളത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസ്രത്ത് ഖാസിം അദ്ദേഹത്തിനോട് യുദ്ധരംഗത്ത് നിന്നും മാറി നിൽക്കാൻ അപേക്ഷിച്ചു. പക്ഷേ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു അത് സമ്മതിച്ചില്ല. ഖാസിം നിരാശനായി അദ്ദേഹത്തിന്റെ മാതാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. അവർ ഖാസിമിന്റെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്ത് അത് അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ പറഞ്ഞു. മരിക്കുന്നതിന് മുൻപ് ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു എഴുതിയതായിരുന്നു ആ എഴുത്ത്. ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ മകനെ യുദ്ധം ചെയ്യാൻ അനുവദിക്കണമെന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അനുവാദം നൽകി. അങ്ങനെ ഖാസിം യുദ്ധരംഗത്തേക്കിറങ്ങി. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ യുദ്ധഭൂമിയിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു യുദ്ധരംഗത്തേക്കിറങ്ങി. എന്നിട്ട് ഞാൻ പ്രവാചകന്റെ ചെറുമകനാണെന്ന് വീണ്ടും സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് യസീദിനെയും അയാളുടെ ദുഷ്ടപ്രവൃത്തികളെയും അംഗീകരിക്കുന്നില്ല എന്നതാണ്. എന്നാൽ ഷിംറും സൈന്യങ്ങളും പെട്ടെന്ന് അദ്ദേഹത്തിന് നേരെ വന്നു. അവരെ ധൈര്യത്തോടെ നേരിടാൻ അദ്ദേഹം തീരുമാനിച്ചു. അവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ആ യുദ്ധഭൂമിയിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രവാചക കുടുംബത്തിലെ പുരുഷന്മാരും ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളെല്ലാവരും ആ യുദ്ധത്തിൽ രക്തസാക്ഷികളായി. പ്രവാചകന്റെ കുടുംബത്തിൽ സ്ത്രീകളും കുട്ടികളും സൈനുൽ ആബിദീൻ മാത്രം ബാക്കിയായി. സൈനുൽ ആബിദീൻ കർബല യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല.
കാരണം അദ്ദേഹത്തിന് ആ സമയത്ത് സുഖമില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാത്തിനും വ്യക്തമായ ഉദ്ദേശമുണ്ട്. അദ്ദേഹം മാത്രമാണ് ആ സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂട്ടായി ഉണ്ടായിരുന്നത്. സൈനികർ ആ കുലീന സ്ത്രീകളെ ജയിലിൽ അടയ്ക്കുന്നതിനായി കർബലായിൽ നിന്നും യാത്ര പുറപ്പെട്ടു. കർബലായിലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ സൈന്യം അവരെയും കൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്തു. അവസാനം അവർ സിറിയയിലെത്തി. അവരിൽ നിന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ധീരയായ സഹോദരി ബീവി സൈനബ യസീദിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ കുടുംബത്തോട് ചെയ്ത ദുഷ്ടപ്രവർത്തികളെക്കുറിച്ചും അവരുടെ സഹനശക്തിയെക്കുറിച്ചും സംസാരിച്ചു. അവരുടെ ശക്തമായ വാക്കുകളാൽ യസീദ് അപഹാസ്യനായി. ഇപ്പോൾ ജനങ്ങൾക്ക് കർബലായിലെ യഥാർത്ഥ കഥകൾ മനസ്സിലായി. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിനു ശേഷം അവർ മരണപ്പെട്ടു. ആ ധീര വനിതയിലൂടെ കർബലായിലെ യഥാർത്ഥ സംഭവം ലോകത്തെ അറിയിക്കുകയായിരുന്നു ദൈവഹിതം. അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ സത്യം ഇന്നും മൂടിവെക്കപ്പെടുമായിരുന്നു. അവളുടെ വേദനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ആ കഥകളെ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു.